ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇത്ര സുന്ദരിയായിട്ട് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ കസിൻസിൻ്റെ കൂടെ, അതായത് അമ്മമാർ, കുഞ്ഞമ്മമാർ, അവരുടെ മക്കൾ എല്ലാവരും കൂടെ എല്ലാവരുമായിട്ട് എവിടെ പോവാണ്? മലമ്പുഴ പോവാണ് കേട്ടോ. പാലക്കാട് മലമ്പുഴ ഫ്ലവർ ഷോ നടക്കണ്ടേ. അയ്യോ, സുന്ദരിമാരെ ഒരു ലഹള ബഹളം എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെയാണ് ആപ്പാരൊക്കെ ഉണ്ട്. എനിക്ക് നേരെ അസപ്പൻ്റെ നേരെ ഓപ്പോസിറ്റ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോണത്, ഇങ്ങനെ ഒരു ട്രിപ്പ് പോണത് കേട്ടോ. അങ്ങനെ ഇവിടെ ഇവർ കടലമിഠായി, പിന്നെ മറ്റേ എന്താ പറയുക, പൂള ചിപ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. അതായത് നല്ല സന്തോഷം. വണ്ടിയിലൊക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ആപ്പ ഇരുത്തിരിക്കണോണ്ട് എനിക്ക് കളിക്കാൻ പറ്റണില്ല. ആപ്പ കളിക്കണമൊക്കെ കൈ കൊണ്ടൊക്കെ ആപ്പ താളം പിടിക്കുന്നുണ്ട്. പക്ഷേ എന്താ എനിക്ക് ഞാൻ ആപ്പ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചിരിച്ച് എന്താ പറയുക, കടലമിഠായിയും മറ്റേ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാക്കിലിരുന്നു കേട്ടോ. കാരണം ഈ പാട്ട് കണ്ടിട്ട് എനിക്ക് എങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റണില്ല. ബാക്കിൽ തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ തലമക്കണിന്റെ അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒലവക്കോട് എത്തിയിട്ട്, ഒലവക്കോട് സീനും നിസ്രളിക്കും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിസ്രളിക്കാട് ഓറഞ്ച് പറഞ്ഞപ്പോൾ അളിയൊക്കെ ഓറഞ്ച് വാങ്ങി തന്നു. അങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അടിപൊളിയിട്ട് ഡാൻസൊക്കെ കളിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ചിന്നി, അല്ലി, ഷിമിമോളും പിന്നെ സീനൊക്കെ കണ്ണട ഇട്ടിട്ട് അയ്യോ, ഞാൻ അവരുടെ കൂട്ടത്തിലില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയണം അന്തന്മാരുടെ സമ്മേളനം എന്ന്. കാരണം ഞാൻ അവരുടെ കൂട്ടത്തിലില്ലല്ലോ. എന്തായാലും ശരി, സൂപ്പറായിട്ടുണ്ട്. അവരുടെ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കോമഡി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും ശരി മലമ്പുഴ ഗാർഡൻ എത്തി. ഇനി ഇവിടെ നിന്നാണ് ടാസ്ക്. കാരണം വെച്ചാൽ പിള്ളേരിനൊക്കെ കൈ പിടിച്ച് എൻ്റെ ശിബി ഒരു ഭാഗത്തേക്കായിട്ടോ. പിന്നെ ഇതാണ്ടോ ഐ ലവ് മലമ്പുഴ. അവിടെ നിന്നിട്ടൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണം. ആദ്യം ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഫിനാൻഷ്യൽ, ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ മോളാണ് കേട്ടോ, നിസ്ര മോള്. ആപ്പാൻ്റെ മോള്. എല്ലാവരും എത്ര ചിൽഡ്രൻസ് എത്ര, പിന്നെ വലിയവർ എത്ര, അഡൽട്സ് എത്ര, മറ്റേ കുട്ടീസ് എത്ര എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത്ര ഇത് 12, മറ്റേത് 15 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചിലത് തെറ്റുന്നുണ്ട്. എന്തായാലും ശരി, ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ എല്ലാവരും ശരിക്കുറ പിരിവിടലാണ്. ഓരോരുത്തരും എത്രയാണോ അത്ര കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ശരി, നമ്മൾ അതിലെ മലമ്പുഴയുടെ ചുവട്ടിലിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പാട്ടുണ്ടാക്കണം, എന്താ പറയുക, സ്റ്റാറ്റസ് വെക്കണം. ഇത് ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 1,00,000-ൽ പരം പൂക്കളുണ്ടെന്ന് പറഞ്ഞു. കാൽതപ്പ് പറയുന്നുണ്ട്, എന്താ പറയുക, 38,000 ചെണ്ടുമല്ലി മാത്രം ഉണ്ടെന്ന്. സംഭവം സത്യം കേട്ടോ. കാരണം കൂടുതൽ എന്താ പറയുക, ചെണ്ടുമല്ലി നിറയെ ഇതറിയിട്ട് നമ്മൾ കയറുന്ന ഭാഗത്ത് ഫുള്ള് ചെണ്ടുമല്ലി കേട്ടോ. കുഞ്ഞാമ്മ ഡാനി ഉറങ്ങിക്കണു. കുഞ്ഞാമ്മ ഡാനിനെ എടുക്കുന്നുണ്ട്. ഡാനി കൈമാറി അനില മോളെ കയ്യിലുണ്ട്. പിന്നെ ഇതാ ആക്കി വന്നിട്ടുണ്ട്. മോളുടെ ആദ്യം എത്തിയിട്ടില്ല. പിന്നെ മോൾ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുപ്പിക്കണം. എല്ലാവരും ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഞാനിനിപ്പോൾ എവിടെ ഇരിക്കുക? ഞാൻ ഇത് വീഡിയോ എടുക്കില്ലേ, അപ്പം ഞാൻ എവിടെ ഇരിക്കും? ഇത് അഞ്ചൊന്നും പറഞ്ഞാലേ അനുസരിക്കണില്ല. എന്തായാലും ശരി, ആദ്യം കുഞ്ഞാമാരൊക്കെ കൂടെ ഇരുന്നു. അവരുടെ കൂടെ ഞാനും ഇരുന്നു കേട്ടോ, കുശുമ്പ് മൂത്തിട്ട്. എന്നാലും ശരി, കളർഫുള്ളാണ് ഫോട്ടോ. അപ്പോൾ എന്നെ നയിപ്പിച്ചിട്ട് വീണ്ടും ഇവർ മാത്രമായിട്ട് ഫോട്ടോ എടുത്തിട്ടോ. സൂപ്പറായിട്ടുണ്ട്. കുഞ്ഞാമാരും ആപ്പാരും ഇരുന്നിട്ടുള്ള ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ
അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട് കുട്ടികളെ കൈ പിടിക്കാനൊക്കെ. കാരണം വെച്ചാൽ ഭയങ്കര തിരക്കുണ്ട്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ പറയാം, നല്ല തിരക്കുണ്ട്. ഒന്ന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇത് ട്രെയിൻ പോണ ഒരു പാലം പോലെ അല്ലേ. നമ്മളിവിടെ നമ്മളുടെ ചെരുപ്പ് മാത്രം ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് പറയുന്നുണ്ട്, മോളുടെ ഇന്ത്യയും ഒരു ഗ്രേ കളറാണ്. അപ്പോൾ മോളും ഞാനും ഒരുമിച്ച് ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അല്ലുക്കിളി പറയുന്നുണ്ട്, ഷിബി ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലുക്കിളി പറയുന്നുണ്ട് വിശക്കുകയാണെന്ന്. ഞാൻ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ പിടിച്ചിരുന്നു. അതൊന്നും വണ്ടിയിൽ നിന്ന് പൊട്ടിച്ചില്ല. കാരണം ആപ്പിയും കുഞ്ഞാമ്മയും ഇവരൊക്കെ കൊണ്ടുവന്ന സ്നാക്സ് തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ കയ്യിൽ പിടിച്ച സ്നാക്സ് അല്ലുക്കിളി വാങ്ങി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. വിശക്കുകയാണ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയിട്ട് ഇത് കഴിക്കാമെന്ന്. അതിൽ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ആയിരുന്നു. അങ്ങനെ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് സിയും കുട്ടികളും ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കണം കേട്ടോ. ആപ്പാരൊക്കെ മുന്നിൽ ഓടി തോന്നുന്നു. ആക്കി എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട്. അതുണ്ട് ഇവിടെ പൂക്കാലം എന്ന് എഴുതി വെച്ചിരിക്കണു. പൂക്കാലം എന്ന് എഴുതി വെച്ച പോലെ തന്നെ മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ നല്ല ഭംഗിയുള്ള ഓർക്കിഡ്, പലതരം ഓർക്കിഡുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലവർ ഷോ എന്ന് പറയണ പോലെ തന്നെ നല്ല നല്ല ഒരു വൈബാണ് കേട്ടോ ഇവിടെ കാണുന്ന ഈ ഫ്ലവറുകളൊക്കെ. പിന്നെ ഈ കിളീനെ വെച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പറഞ്ഞാൽ അനുസരിക്കാത്തൊരു കിളിയാണ് അല്ലുക്കിളി. പിന്നെ എന്താ പറയുക, ഇവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വിശക്കുകയാണെന്ന് കുട്ടീസ് കേട്ടോ. അപ്പം ഞാൻ പറയും എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയി എടുത്തിട്ട് നമുക്ക് ഫുഡ് ഇത് കഴിക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അതുണ്ടോ ഈ വെള്ളം നല്ല ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമ്മളുടെ മേത്തേക്ക് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കൂലേ, അതൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമെന്നൊക്കെ പറയൂലേ, അങ്ങനെ പോലെ പലതരം പൂക്കളെ എടുത്തിട്ട് മതിയാവില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പൂക്കളൊന്നുമല്ല എടുക്കണം, നമ്മൾ അവിടെ നിന്ന് സെൽഫി എടുക്കണം കേട്ടോ. പൂക്കളൊന്നുമല്ല നമ്മൾ കാണുന്നത്. എവിടെയെങ്കിലും നല്ല ഭംഗി കൂടുതൽ തോന്നുമ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് സെൽഫി എടുക്കണം. അപ്പോൾ ചീത്ത അറിയാൻ തുടങ്ങി. ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഞാനിനി ഫോട്ടോത്തിൽ നിൽക്കൂലെന്ന് മറക്കര. അപ്പോൾ ചീത്ത പറയുന്നുണ്ട്. അലുവിന് സ്നാക്സ് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.